US ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ സർക്കാർ ഷട്ട്ഡൌൺ അവസാനിച്ചു. ജനപ്രതിനിധി സഭ പാസാക്കിയ ധനാനുമതി ബില്ലിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചു. 6 ഡെമോക്രാറ്റുകളുടെ പിന്തുണയോടെയാണ് ജനപ്രതിനിധി സഭ ബിൽ പാസാക്കിയത്. 6 ഡെമോക്രാറ്റുകളുടെ പിന്തുണയോടെ US ജനപ്രതിനിധി സഭ പാസാക്കിയ ധനാനുമതി ബില്ലിൽ പ്രസിഡന്റ് ട്രംപ് ഒപ്പുവെച്ചതോടെ 43 ദിവസം നീണ്ട അടച്ചുപൂട്ടലിനാണ് വിരാമമായത്. 43 ദിവസത്തെ അടച്ചുപൂട്ടലിന് ശേഷമാണ് US ഫെഡറൽ സർക്കാരിന്റെ പ്രധാന സേവനങ്ങൾ പുനഃസ്ഥാപിക്കാൻ വഴി തുറന്നത്. സെനറ്റ് അംഗീകരിച്ച ബില്ലാണ് റിപ്പബ്ലിക്കൻ നിയന്ത്രിത ജനപ്രതിനിധി സഭ 209-നെതിരെ 22 വോട്ടുകൾക്ക് പാസാക്കിയത്. 6 ഡെമോക്രാറ്റിക് അംഗങ്ങൾ ബില്ലിന് അനുകൂലമായി വോട്ട് ചെയ്തു. ഷട്ട്ഡൌൺ സമയത്ത് നടന്ന എല്ലാ പിരിച്ചുവിടലുകളും റദ്ദാക്കുന്നതും ഫെഡറൽ ജീവനക്കാർക്ക് ലഭിക്കാനുണ്ടായിരുന്ന ശമ്പളം ഉറപ്പാക്കുന്നതുമാണ് ധനാനുമതി ബില്ലിലെ പ്രധാന വ്യവസ്ഥകൾ. തടസ്സപ്പെട്ട ഭക്ഷ്യസഹായം പുനരാരംഭിക്കാനും ലക്ഷക്കണക്കിന് ഫെഡറൽ ജീവനക്കാർക്ക് ശമ്പളം നൽകാനും എയർ ട്രാഫിക് കൺട്രോൾ സംവിധാനം പുനരുജ്ജീവിപ്പിക്കാനും ബിൽ ലക്ഷ്യമിടുന്നു. ആരോഗ്യ ഇൻഷുറൻസ് സബ്സിഡി വിഷയത്തിൽ ഡിസംബർ 2ാം വാരത്തിൽ വോട്ടെടുപ്പ് നടത്തുമെന്ന ഉറപ്പും ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബില്ലിൽ ഒപ്പുവെക്കുമ്പോഴും ഡെമോക്രാറ്റുകൾക്കെതിരെ കടുത്ത വിമർശനമാണ് ട്രംപ് ഉന്നയിച്ചത്. ഷട്ട്ഡൌണിലൂടെ രാജ്യത്തെ കൊള്ളയടിക്കാൻ ഡെമോക്രാറ്റുകൾ ശ്രമിച്ചെന്നാണ് ട്രംപിന്റെ പ്രധാന ആരോപണം. രാഷ്ട്രീയ കാരണങ്ങൾ മാത്രമാണ് ഷട്ട്ഡൌണിന് പിന്നിലെന്നും ട്രംപ് പറഞ്ഞു. ഇന്റർനാഷണൽ ഡെസ്ക് റിപ്പോർട്ടർ.